യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 11 വചനം, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം, നാവിലിരുന്നാൽ മതിയോ? എന്ത് ചെയ്യണം? ഉള്ളിലിരുന്നാൽ മതിയോ? വചനം എന്ത് ചെയ്യണം? ദൈവവചനം നമ്മളെ പ്രഖ്യാപിക്കണം. ദൈവവചനം നമ്മൾ വിളംബരം ചെയ്യണം. ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അസാധ്യതകൾ കണ്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങളുടെ വീടൊരു വചന ശബ്ദം കേൾക്കട്ടെ. നിങ്ങളുടെ വീടൊരു വചന ശബ്ദം കേൾക്കട്ടെ. നിങ്ങളുടെ തൊഴുത്ത്, നിങ്ങളുടെ അടുക്കള, നിങ്ങളുടെ മക്കളുടെ പഠനമുറികൾ, നിങ്ങളുടെ ബെഡ്റൂം ഒരു വചന ശബ്ദം കേൾക്കട്ടെ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. കർത്താവിൻ്റെ വചനം. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ നടക്കലിൽ നിന്നും ഒരു വചനം പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഉള്ളിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കയറാൻ. ഒന്നാമത്തെ നടക്കലിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ പറയേണ്ട വചനം ഇതാണ്. ലൂക്ക 18:27. എന്താണത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനത്തിൻ്റെ പൊരുൾ എന്തെന്ന് ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കാം. ഒരുപക്ഷെ ഈ വചനത്തിൻ്റെ ആഴം എന്തെന്ന് നിങ്ങൾക്കറിയത്തില്ലേലും ആ കേൾക്കുന്ന ഭിത്തിക്കും, ആ കേൾക്കുന്ന വീടിനും, ആ പാറക്കല്ലിനും, ആ മരങ്ങൾക്കും മനസ്സിലാകും നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിൻ്റെ പവർ എന്താണെന്നുള്ളത്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധി കെട്ടാനായിട്ട് തുടങ്ങും. ഞാൻ ഒന്നാമത്തെ നടക്കലേ നിന്ന് വചനം പറഞ്ഞ ചേട്ടൻ എന്നെ ഓർക്കും. പക്ഷേ അയൽവക്കക്കാരെങ്ങാനും കണ്ടാലോ എൻ്റെ അത്ര ഞാൻ ചലിപ്പിച്ച് വചനം ചൊല്ലിയാൽ, അല്ല ഞാൻ ഒന്നാമത്തെ നടക്കലേ നിന്ന് വചനം പറഞ്ഞ എൻ്റെ മൂത്ത മോളും മകനും വീട്ടിലുണ്ട്, അവരെങ്ങാനും കേട്ടാൽ എങ്ങനെയാ? എന്നാൽ മൊബൈൽ ഫോൺ വിളിച്ച് എത്ര ഉച്ചത്തിൽ ഒന്നാമത്തെ നടക്കല് മുതൽ വണ്ടി ഇറങ്ങുമ്പോൾ മുതൽ മൊബൈൽ ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് പോകാൻ നമുക്ക് മടിയില്ല. എന്നാൽ സഹോദരിമാരെ, നിങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നിങ്ങളുടെ വീടിൻ്റെ നടക്കലിൽ നിന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോകണം. എന്ത് പ്രഖ്യാപിക്കണം? ലൂക്ക 18:27. എന്താണത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു വചനം അങ്ങ് പുറപ്പെട്ടാൽ 2 മിസൈലുകളാണ്. നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത്, ആ കാര്യത്തിൻ്റെ മേൽ ദൈവം തൻ്റെ കരുണ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, ഗോലിയാത്തിനെ വീഴിക്കാൻ ദാവീദിന് ശക്തി ഉണ്ടായിരുന്നോ? നിങ്ങൾ പറ. ദാവീദിനേക്കാൾ എത്രയോ വലിയ മല്ലനായിരുന്നല്ലേ ആ ഗോലിയാത്ത്. ഇട്ടിരുന്ന പരിചയോ, അദ്ദേഹം കൈപ്പിടിച്ച പരിചയോ വാളോ എടുത്ത് പൊക്കാൻ പോലും ദാവീദ് എന്ന് പറയുന്ന കൊച്ചു പയ്യനെ സാധിച്ചിരുന്നില്ല. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദ് തൻ്റെ കയ്യിലിരുന്ന 5 കല്ലുകൾ തൊടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തെ ലക്ഷ്യമാക്കി ഗോലിയാത്തിലേക്ക് എറിയുന്നതിന് മുൻപ് ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഉയർന്നു. ദാവീദിൻ്റെ നാവിൽ നിന്നും ചില പ്രഖ്യാപനങ്ങൾ ഉയർന്നു. ആദ്യം നാവിൽ നിന്ന് കല്ല് പുറപ്പെട്ടണം. ഈ പോരാട്ട മണ്ണിൽ, ഈ രണാങ്കണത്തിൽ ജീവിക്കുന്ന നമുക്ക് ചില നാവിൽ നിന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. ഇരിക്കുന്ന ഓരോരുത്തരും നാവിൽ നിന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരായിട്ട് മാറണം. ദാവീദ് പ്രകാരമാണ് പ്രഖ്യാപിച്ചത്. ഇതാ ദാവീദിനോട് ഗോലിയാത്ത് പറഞ്ഞു, എൻ്റെ നേരെ ഒരു വടിയുമായിട്ട് വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവിന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഒന്നാമത് എന്ത് കാര്യമാണ്? ദാവീദിൻ്റെ നാവിന്ന് പുറപ്പെട്ട ഒന്നാമത്തെ കല്ല് എന്താണ്? ആ പോരാട്ട മണ്ണിൽ നിന്ന് ദാവീദ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? കർത്താവ് ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നുറക്കെ പറഞ്ഞേ, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ മക്കൾ പറഞ്ഞില്ലേ, അമ്മയുടെ ഒരു ഒടുക്കത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാവോ? ഈ വചനം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഈ ഒടുക്കത്തെ പ്രാർത്ഥനയിലിട്ട് എന്നെ കിട്ടി ഈ വീടിന്, എന്തുണ്ടോ ഈ വീട്ടിൽ എന്ന് പറഞ്ഞ് മക്കൾ പരിഹസിക്കാറില്ലേ? ജീവിത പങ്കാളി കാണാതെ പേപ്പറിൻ്റെ അകത്ത് ഒളിച്ചു വെച്ച് കുരിശിൻ്റെ വഴി ചെല്ലുന്ന ചേച്ചിമാരെ പോലും എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അധരത്തിൽ നിന്നും ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ കല്ലുകളായി ആദ്യം പുറത്തേക്ക് വരണം. നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ കല്ലുകൾ ആദ്യം ആ പോരാട്ട മണ്ണിൽ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിറഞ്ഞാൽ അടുത്ത കല്ല് നേരെ ലക്ഷ്യത്തിലേക്ക് ചെന്ന് പതിക്കും. ഒന്നാമത് തൊടുത്തുവിട്ട കല്ലെന്തായിരുന്നു? കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നേരിട്ട് പറഞ്ഞേ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാത്ത സന്തതികളെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും
കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെങ്ങും അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നത്. ഈ യുദ്ധം കർത്താവിന്റേതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. വായിൽ നിന്ന് ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. എന്തൊക്കെ ദാവീദിന്റെ നാവീന്ന് എന്തൊക്കെ പുറത്തേക്ക് വന്നോ അതെല്ലാം കർത്താവ് നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദാവീദ് ആ പോർക്കളത്തിൽ നിന്ന് എന്തൊരു ഭയങ്കരനാ. ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ആളെ കണ്ട നേരെ ഇങ്ങനെ നോക്കാൻ പോലും ഇങ്ങനെ പറ്റത്തില്ലല്ലോ. അവനെന്തൊരു ഫിഗൻ, അവനെ കീഴടക്കാൻ എനിക്കെങ്ങ് സാധിക്കില്ല. അങ്ങനെയുള്ള അവിശ്വാസത്തിന്റെ വാക്കുകളാണോ ദാവീദ് പറഞ്ഞത്? ദാവീദ് എന്താ പറഞ്ഞത്? കർത്താവ് നിന്നെ, മനുഷ്യരാരുമല്ല, കർത്താവ് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും. നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും മൃഗങ്ങൾക്കും ഇരയായി ഞാൻ കൊടുക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകരെല്ലാം അറിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അധരത്തിൽ നിന്ന് ചില വാക്കുകൾ പുറത്തേക്ക് വന്നാൽ അതനുസരിച്ച് കർത്താവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കും. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷമായി തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും അവളുടെ രോഗത്തിന് സൗഖ്യമുണ്ടായില്ല. ആ സ്ത്രീ ആദ്യം എന്ത് ചെയ്തു? അവിടെ ഉള്ളിന്ന് അവളൊരു പ്രഖ്യാപനം നടത്തി. എന്താണ് അവൾ ചെയ്ത പ്രഖ്യാപനം? അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഞാനൊന്ന് തൊട്ടാൽ, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഏന്തി നിന്ന് ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ പറഞ്ഞ ആ വാക്കനുസരിച്ച്, അവളുടെ ഹൃദയം പറഞ്ഞ, ഉള്ളു മന്ത്രിച്ച ആ വാക്കനുസരിച്ച് അവളുടെ കാലുകൾ ചലിക്കാൻ തുടങ്ങി. വളരെയധികം ക്രിയാപദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പദാവലി എന്താണ്? അവൾ ഏങ്ങി നിന്ന് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടു. അവള് സൗഖ്യം പ്രാപിച്ചു. ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പ്രവഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ അധരങ്ങൾ ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറയണം. വിശ്വാസത്തിന്റെ പരിച നമ്മൾ എടുത്തേ മതിയാകൂ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ, വിശ്വാസത്തിന്റെ പരിച. 2 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം പഠിപ്പിക്കുന്നു, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഏറ്റു പറഞ്ഞേ, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഒന്നോട് പറയാവോ? ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നയിക്കപ്പെടേണ്ടത് ഇപ്പൊ കൺമുൻപിലുള്ളത് മുഴുവൻ ശൂന്യതയാണല്ലേ. നമ്മുടെ എല്ലാവരുടെ മുമ്പോട്ട് നോക്കിയ കൺമുൻപിലുള്ളത് മുഴുവൻ ശൂന്യതയാണ്. എന്തുമാത്രം പാഴും ശൂന്യമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വചനം പുറപ്പെട്ടപ്പോഴാണ് സൃഷ്ടിപ്പുകൾ നടന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ട് മുഴുവൻ പാഴും ശൂന്യം, ഇത്രയും പഠിപ്പിച്ചിട്ടും ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നതിന് പകരം ദൈവവചന പ്രഖ്യാപനങ്ങൾ വിളംബരം ചെയ്യുക. ദൈവവചന പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. നിങ്ങൾ കൺമുൻപിലുള്ളത് അതിനേക്കാൾ ഉപരിയായി ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനം പറയുന്നു, ജെറമ്യാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ഈ ജനത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ജെറമ്യ എന്താ പറഞ്ഞത്? അല്ലയോ ഗുരു, ദൈവമേ, ഞാൻ കേവലം ബാലനാ, എനിക്ക് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. ദയവ് ചെയ്ത് ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ജെറമ്യ പറഞ്ഞു, ഞാൻ കേവലം ബാലനാണ്, വിക്കൻ, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല. യഥാർത്ഥത്തിൽ ജെറമ്യ പറഞ്ഞത് ശരിയാണ്, അവനൊന്ന് ബാലനായിരുന്നല്ലേ. എന്നാൽ ദൈവം എന്താ അവനോട് 1-ാം അധ്യായം 6-ാം വചനം, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1:6 എന്താ വചനം പറയുന്നത്? 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, വെറും ബാലനാണെന്ന് നീ പറയരുത്. വെറും ബാലനാണെന്ന് നീ പറയരുത്. വെറും ബാലനാണെന്ന് നീ പറയരുത്. കൈ താഴ്ത്തി വെച്ചേ. പ്രിയപ്പെട്ടവരെ, വെറും ബാലനായ ദാവീദിനോട് ദൈവം, വെറും ബാലനായിരുന്ന ജെറമ്യായോട് ദൈവം പറയുകയാണ്, നീ ബാലനാന്ന് പറയലേ, ആ വിവാഹം നടക്കില്ല എന്ന് പറയില്ല, ആ മക്കളുണ്ടാകില്ല എന്ന് പറയില്ല. നീ എന്ത് ചെയ്യണം? ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം എവിടെയുണ്ട്? ഇതൊരു പുസ്തകമല്ല, ഇതൊരു ആയുധമാണ്. ഹല്ലേലൂയ.
കയ്യിലെടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വജ്രായുധമാണ് പ്രിയപ്പെട്ടവരെ. ഇത് പുസ്തകത്തിലെ വാക്കുകൾ, ഇത് ഒരായുധമായി നമ്മൾ നാവില്, ഈ പുസ്തകത്തിലെ വാക്കുകൾ നമ്മൾ നാവിലെടുക്കുമ്പോൾ അതൊരു ആയുധമായി പരിണമിക്കും പോലും. ഹല്ലേലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം ഒന്ന് വായിച്ചേ. ഇസ്രായേൽ ജനം ദൈവവചനം ആദരവോടെ കരങ്ങളിൽ എടുത്ത് ദൈവസ്തുതികൾ ആലപിച്ച് അവർ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? 3 രാജ്യങ്ങളെ കീഴടക്കിയ ഇസ്രായേൽ ജനതയുടെ ചരിത്രമാണ് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വായിക്കാവോ? 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവാക്യങ്ങൾ എടുത്തൊന്ന് വായിക്കാവോ? പിറ്റേ ദിവസം അതിരാവിലെ തെക്കോവ മരുഭൂമിയിലെത്തി. അവർ പുറപ്പെടുമ്പോൾ യെഹോശാഫാത്ത് അവരോട് പറഞ്ഞു, യൂദാ ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവ് വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ അവർ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ആക്രമിക്കാൻ വന്ന അമോര്യർ, മൊവാബ്യർ, സെയ്ദ് പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. എല്ലാവരും കൈ ഉയർത്തിപ്പിടിച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങളുടെ കൺമുൻപിലുണ്ട്. ആരൊക്കെ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവോ, ദൈവത്തെ പ്രകീർത്തിക്കുന്നുവോ, ദൈവത്തിന് സ്തുതിയും നന്ദിയും കരയേറ്റുന്നുവോ, അവരുടെ പക്കലാണ് വിജയം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വരുമ്പോൾ, ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇരിക്കാനായിട്ടൊരു കസേര നീട്ടിയിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കസേര കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയും, ഓ കസേര നമ്മൾ എല്ലാവരും നീട്ടിയിട്ട് കൊടുക്കും. പക്ഷേ ദൈവത്തിന് ഇരിക്കുവാൻ ഒരു കസേര നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ദൈവസ്തുതി ഒരുക്കിയാൽ മതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജെറിക്കോ പട്ടണത്തെ ഇടിച്ച് തകർക്കുവാൻ മിസൈലിനെ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവജനം ആർത്തുല്ലസിച്ച് ആർത്തട്ടഹസിച്ച് പുരോഹിതന്മാർ കുഴലൂതി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇതാ ആ ജെറിക്കോ കോട്ടയുടെ വൻ മതിലുകൾ ഇടിഞ്ഞ് താഴെ വീണു. ഹല്ലേലൂയ. യേശുവേ നന്ദി.